നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് 1201 ആണ്ട് മലയാള മാസ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് അനിഴം നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. അനിഴം നക്ഷത്രം ഇവർക്ക് വേഴം 8-ൽ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ശനി 5-ലാണ് നിൽക്കുന്നത്, സന്താനഭാവത്ത്. രാഹു 4-ലാണ് നിൽക്കുന്നത്, അത് കുടുംബഭാഗത്ത്. കേതു 10-ലാണ് നിൽക്കുന്നത്, കർമ്മഭാഗത്ത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷ ഫലം എന്താണെന്ന് നോക്കാം. വേഴം 8-ൽ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അഷ്ടമം ദോഷമാണ്, ആയുസ്സിൻ്റെ ഭാവമാണ്. അപ്പോൾ ആയുസ്സിൻ്റെ ഭാവത്ത് അഷ്ടമത്തിൽ വേഴം നിൽക്കുന്നത് അത്ര ശുഭകരമല്ല. അപകടങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ അപകട ഭീതി ഉണ്ടാകാം. അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം മനസ്സിലുണ്ടാകും. അതുകൂടാതെ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ വേഴം നിന്നാൽ ദൈവാധീനം മറഞ്ഞിരിക്കുകയാണ്. ദൈവാധീനപരമായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും അത് ഗുണം കിട്ടൂല. അപ്പം അതിനുള്ള വഴിപാടുകൾ നടത്തിയാൽ ഫലപ്രാപ്തിയിലെത്താൻ സാധിക്കും. അപ്പം വേഴം 8-ൽ നിൽക്കുന്നത് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല. മറ്റൊന്ന് ശനി 5-ലാണെന്ന് പറഞ്ഞു. ശനി 5-ൽ നിൽക്കുന്നത് സന്താന ഭാവത്ത് ആണ്. അപ്പോൾ സന്താന ദോഷങ്ങൾ ഉണ്ടാകും. 5-ാം ഭാവം സന്താന ഭാവമാണ്. അപ്പോൾ സന്താന ഭാവത്ത് ദോഷങ്ങൾ കൂടുതൽ വരാനായിട്ട് സാധ്യത. സന്താനങ്ങളെ കൊണ്ട് നമ്മൾ മനക്ലേശം, അതായത് ഈ അനിഴം നക്ഷത്രക്കാർക്ക് ശനി 5-ൽ നിന്നാൽ സന്താനങ്ങളെ കൊണ്ട് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാവും. സന്താനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവില്ല, കോട്ടങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സന്താന ഭാവത്ത് 5-ൽ ശനി നിന്നാൽ നമുക്ക് ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഗുണമല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്ന് രാഹു 4-ലാണ് നിൽക്കുന്നത്. രാഹു എന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനമാണ്, മാതൃസ്ഥാനം കൂടിയാണ്. കുടുംബസ്ഥാനം മാത്രമല്ല, മാതൃസ്ഥാനം കൂടിയാണ് 4. രാഹു 4-ൽ നിൽക്കുന്നത് കുടുംബത്തിൽ കുടുംബകലഹം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, കുടുംബദോഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മാതൃത്വപരമായിട്ട് മാതൃജനങ്ങൾക്ക് അല്ലെങ്കിൽ മാതാവിന് അരിഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജാതകനുമായി മാതാവ് തർക്കം വരാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കേതു 10-ലാണ് വരുന്നത്. കേതു 10-ൽ വരുന്നതും അത്ര നല്ലതല്ല. കർമ്മഭാഗത്താണ് കേതു വരുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ സ്ഥാനം, തൊഴിലിൻ്റെ സ്ഥാനം ഒക്കെയാണ്. അപ്പോൾ കാര്യ തടസ്സങ്ങൾ ഉണ്ടാകാം. എന്ത് കാര്യം ചെയ്താലും അവിടെ ഒരു തടസ്സത്തിൽ വന്ന് കലാശിക്കും. ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടാകും, ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാവും, ജോലി സംബന്ധമായ മനോവിഷമങ്ങൾ ഉണ്ടാവും. അപ്പോൾ കേതു 10-ൽ നിൽക്കുന്നത് അതും ദോഷമാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അനിഴം നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷം ഗുണകരമല്ല എന്നാണ് കാണുന്നത്. വേഴം 8-ലും ശനി 5-ലും രാഹു 4-ലും കേതു 10-ലുമാണ് നിൽക്കുന്നത്. ഇതൊന്നും ഗുണകരമല്ല, ദോഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദോഷമായ കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാവുമ്പോൾ ആ ദോഷമാണെന്ന് തന്നെ പറയണം. അല്ലാതെ അവിടെ ഗുണപരമാണെന്ന് പറഞ്ഞ് നക്ഷത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. അപ്പോൾ ജ്യോതിഷപരമായി സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. ഇതിന് പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, വിഷ്ണുവിന് പൂജകൾ നടത്താം, അല്ലെങ്കിൽ വഴിപാടുകൾ നടത്താം, കൃഷ്ണന് വഴിപാട് നടത്താം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണന് അല്ലെങ്കിൽ വിഷ്ണുവിന് വെണ്ണ നിവേദിക്കാം, തുളസിമാല ചാർത്താം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം. ഇതെല്ലാം
കൃഷ്ണനെയോ വിഷ്ണുവിനെയോ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വളരെയധികം നല്ലതാണ്. അതുകൂടാതെ ശാസ്താപ്രീതി നേടുന്നത് നല്ലതാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശനീശ്വരൻ. ശനീശ്വരന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം, ശനീശ്വര പൂജ നടത്താം, ശനിയാഴ്ചകളിൽ എള്ളു നിവേദ്യം സമർപ്പിക്കാം. ഇതെല്ലാം ശാസ്താവിന് ചെയ്യാവുന്ന വഴിപാടുകളാണ്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.